കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു നാരങ്ങ സർബത്തൊക്കെ കുടിച്ചിരിക്കുകയല്ലായിരുന്നോ? അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് ഈ വീഡിയോ കാണിച്ചു തരാം. ആ സർബത്തോടു കൂടെ നമ്മുടെ ബേപ്പൂർ യാത്ര ഏകദേശം തീരാറായി. ഇനി നമ്മൾ തിരിച്ചുള്ള യാത്രയിലേക്ക് കിടക്കുകയാണ്. തിരിച്ചു വരുന്ന വഴിയുള്ള കടയിലൊക്കെ ഒരു കറുത്ത പപ്പടം പോലത്തെ സാധനം തൂക്കിയിട്ടാ കണ്ടിരുന്നു. എന്താന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കാരെങ്കിലും കമന്റ് ഇട്ടോ. ജങ്കാർ അല്ലാതെ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്കൊക്കെ പോകാൻ പറ്റുന്ന ബോട്ടും പിന്നെ സ്പീഡ് ബോട്ടൊക്കെ ഇവിടെ നാട്ടോ കിട്ടുക. പിന്നെ പോകുന്ന വഴി സൺഗ്ലാസ് കട കണ്ടാ നമ്മൾ വിടുവോ? പഞ്ചാബിൽ നിന്ന് വാങ്ങിയ സൺഗ്ലാസ് ഒക്കെ കുറെ ഉപയോഗിച്ചതിന് പുതിയ വെറൈറ്റി വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്രമാത്രം വെറൈറ്റി ഉണ്ടായിട്ട് ഞാൻ ഇട്ട് നോക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ? അവിടുന്ന് വിചാരിച്ചതൊന്നും കിട്ടാത്തതിനാൽ നമ്മൾ നടത്തം കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാൻ കുഞ്ഞി കുടിൽ പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഡോർ ഇതുവരെ തുറന്നിട്ടില്ല. ഇനി നമ്മൾ തിരിച്ചുള്ള ജങ്കാറിൽ കയറാൻ പോവാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മളെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മേന്റെ ആടിന്റെ കുടുംബക്കാരെ ഞാൻ കാണുന്നത്. അതെന്തായാലും ഒരു നല്ല ഫോട്ടോജനിക് ആടായിരുന്നു. ഞാൻ ക്യാമറ കൊണ്ടുപോകുന്ന അടുത്തോട്ടൊക്കെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ആടിനോടും ടാറ്റ പറഞ്ഞ് ജങ്കാറിൽ കയറി സ്ഥലം വിട്ടു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോണ്ട്. അപ്പൊ ഇന്നത്തേക്കുള്ള താങ്ക് യു ഫോർ വാച്ചിങ്.